കൊള്ളാം. ഇല്ല. കൊഞ്ച് വാങ്ങിച്ചു പ്ലീസ്. കൊഞ്ച് ശരി, വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാവേ. ഇത് എനിക്കത്ര ഈസിയല്ല, ചിലവർക്കൊക്കെ ഈസി ആയിട്ട് ഒരു പൊളിച്ചെടുക്കുന്ന കാണാം. ഈ വാലയിലൊക്കെ പിടിച്ച് ഒറ്റ വലി വലിക്കുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വരുമെന്നൊക്കെ പറയും. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ. ഞാൻ കൊണ്ട് കുറേശ്ശെ ഇങ്ങനെ വൃത്തിയാക്കി എന്നിട്ട് അതിൻ്റെ മുകളിലല്ലയോ ഒരു നാര് പോലൊരു സംഭവം ഉണ്ടേ, അത് നമ്മൾ കളയണം. ഇല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ട് എനിക്ക് പ്രശ്നമാണ്, ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ ആ മുകളിലത്തെ ആ നാര് പോലെയുള്ളത് കളയും. കുറേ മീനും കൂടെ എനിക്ക് വൃത്തിയാക്കി തന്നായിരുന്നു കേട്ടോ. അത് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം എന്താ സാധനം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചോ? ആണോ? മീനുമാണ് വയ്ക്കുന്നത് ഗൈസ്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കും, മീനൂട്ടൻ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് റോസ്റ്റ് പോലെയും വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പ്ലാൻ ഇട്ടത്. അങ്ങനെ മീനൂട്ടൻ അതെല്ലാം വറക്കാനുള്ള പ്ലാനാണ്. ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചത്. ഗ്യാസിൻ്റെ ക്ഷാമം കാരണം കൊണ്ട് കേട്ടോ, ഗ്യാസ് കുറച്ചുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞു നട്ട പൂടം പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ മീനൂട്ടനുള്ള കുറച്ച് കൊഞ്ച് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരുപാട് മൂപ്പിക്കണ്ടേ, റബ്ബർ പോലെ ആയിപ്പോൾ. പിന്നെ അവൾ വറുത്ത് കഴിക്കുന്നത് കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കും. അങ്ങനെ ഞാൻ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റും. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മീറ്റ് മസാല കൂടെ ഞാൻ ചേർത്തായിരുന്നേ. അപ്പോൾ ഈ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ കുറച്ചങ്ങ് ഒഴിച്ചത്. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണമെല്ലാം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കൊഞ്ചും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ. നല്ല വരട്ടിയെടുക്കാം. ഭയങ്കര ചൂടാണ്, അടുക്കള നിൽക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ചൂടായി. എങ്ങനെയെങ്കിലും ഒന്ന് ഇത് റെഡി ആയിക്കഴിഞ്ഞ് ചോറും എടുത്തുകൊണ്ട് പോയി ബെഡ്റൂമിൽ AC ഇട്ടിരുന്ന് കഴിക്കാമെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൊഞ്ച് റെഡിയായി. കണ്ടോ നന്നായിട്ട് വറ്റി നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞാൽ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്. ഇത് മാത്രമേ ഞാൻ വെച്ചുള്ളൂ കേട്ടോ, വേറൊന്നും വെച്ചില്ല. കാരണം വിശന്നിട്ട് വയ്യ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. ഓടി ചോറും എടുത്തുകൊണ്ട് ഞങ്ങൾ ബെഡ്റൂമിൽ വന്ന് AC ഇട്ടിരുന്ന് കഴിക്കുവാണ്. ഇതിൽ ഒരു രക്ഷ